പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ PTFE ടെഫ്ലോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. സ്ട്രക്ചർ CF2 ഡബിൾ ബോണ്ട് CF2 N ടൈംസ്. അതിൻ്റെ മോണോമർ ടെട്രാ ഫ്ലൂറോ എത്തിലീനാണ് TFE. റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിരിക്കും. ബോയിലിംഗ് പോയിൻറ്റ് -76°C. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഇതിൻ്റെ മോണോമർ ആയിട്ടുള്ള TFEനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റാണ് പറയുന്നത് ഡീക്ലോറിനേഷൻ ഓഫ് സിമെട്രിക് ഡൈക്ലോറോ ടെട്രാഫ്ലൂറോ ഈഥേൻ. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം പെർഫ്ലൂറോ പ്രൊപ്പയോനേറ്റിൻ്റെ ഡീകാർബോക്സിലേഷൻ വഴി. അതുപോലെ തന്നെ പൈറോലിസിസ് വഴി ക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ്റെ. ദെൻ ഇലക്ട്രിക് ആർക്കിൻ്റെ പ്രസൻസിൽ ടെട്രാഫ്ലൂറോമീഥേൻ അതായത് CF4 അതിൻ്റെ ഡീകമ്പോസിഷൻ വഴിയും നമുക്കിതിൻ്റെ മോണോമറിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ഇനീഷ്യേറ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പോളിമറൈസേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുക എമൽഷൻ മെത്തേഡിലാണ്. അവിടെ നമ്മൾ പെറോക്സൈഡ് ഇനീഷ്യേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിഡോസ് ഇനീഷ്യേറ്റേഴ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും ഫെറസ് സൾഫേറ്റും വെച്ചിട്ട് TFE പോളിമറൈസ് ചെയ്യാൻ പറ്റും. ദെൻ ചില കേസിൽ ഓക്സിജനെ ഇനീഷ്യേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോളിമറൈസേഷൻ്റെ സമയത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ അത് വയലൻറ്റ് എക്സ്പ്ലോഷന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ടെഫ്ലോൺ. ടെഫ്ലോൺ മോളിക്യൂൾ ഹൈലി റെഗുലർ സ്ട്രക്ചറാണുള്ളത്. അതുപോലെ തന്നെ ഒരു ലീനിയർ പോളിമറാണ് വിത്ത് നോ ബ്രാഞ്ചിങ്. അവിടെ ബ്രാഞ്ചിങ് വരാത്തതിനുള്ള കാരണം ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള CF ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹൈലി ക്രിസ്റ്റലൈൻ പോളിമറാണ്. മെൽറ്റിംഗ് പോയിൻ്റ് അറൗണ്ട് 330°C. പിന്നെ -100°C മുതൽ 350°C വരെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ ഇതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ദെൻ ടെഫ്ലോണ് ഡിസോൾവ് ചെയ്യില്ല സ്ട്രോങ് ആസിഡ്സിൽ, ഈവൻ ഹോട്ട് ഫ്യൂമിങ് നൈട്രിക് ആസിഡ്സിൽ വരെ. അതുപോലെ തന്നെ അത് റെസിസ്റ്റൻ്റ് ആണ് കൊറോസീവ് ആൽക്കലി അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻസിലൊക്കെ ഇത് റെസിസ്റ്റൻ്റ് ആണ്. ദെൻ മോൾട്ടൺ ആൽക്കലി മെറ്റൽസിന് ഈ പോളിമറുമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയയിലുള്ള ചില ആൽക്കലി മെറ്റൽസിൻ്റെ സൊല്യൂഷന് റിയാക്ട് ചെയ്യാനുള്ള കപ്പാബിലിറ്റി ഉണ്ട്. പിന്നെ ടെഫ്ലോണിന് വെരി ലോ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് അതിൻ്റെ ടെഫ്ലോണിൻ്റെ യൂസസ് ആണ് പറയുന്നത്. യൂസ് ചെയ്യുന്നത് പമ്പ് വാൾവ്സിൽ പൈപ്പ്സിൽ അവിടെയൊക്കെ കെമിക്കൽ റെസിസ്റ്റൻ്റ് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് യൂസ്ഡ് ആസ് എ ഇന്നർ കോട്ടിംഗ് മെറ്റീരിയൽ ഫോർ നോൺ സ്റ്റിക്ക് വെയർ. അതുപോലെ തന്നെ നോൺ ലൂബ്രിക്കേറ്റഡ് ബിയറിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫൈബർ ബെൽറ്റ് ഫോം ചെയ്യാൻ അതുപോലെ തന്നെ ഫില്ലർ ക്ലോത്ത് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആസിഡ് ആൽക്കലി റെസിസ്റ്റൻ്റ് ഒക്കെ എവിടെയാണോ ആവശ്യം അവിടെയൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോളിമർ PCTFE പോളിക്ലോറോ ട്രൈഫ്ലോറോ എത്തിലീൻ. ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെഫ്ലോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷന് ക്ലോറോഫ്ലോറോ എത്തിലീൻ്റെ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ വഴിയാണ്. അത് സൊല്യൂഷൻ ബൾക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ എമൽഷൻ പോളിമറൈസേഷൻ വഴി ക്യാരിഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോറിൻ കണ്ടെയ്നിങ് പെറോക്സൈഡ്സ് ആണ് ഇവിടെ ഇനീഷ്യേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഹയസ്റ്റ് ലിമിറ്റിംഗ് ഓക്സിജൻ ഇൻഡെക്സ്, അപ്പോൾ അതിൻ്റെ ഫ്ലെയിമബിലിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ സീറോ മോയ്സ്ചർ അബ്സോർപ്ഷൻ ആണ്. ദെൻ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്. ദെൻ മറ്റു ഫ്ലോറോ പോളിമറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് റിലേറ്റീവ്ലി കുറവാണ്. ദെൻ അതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പാനൽസ് വിച്ച് ആർ സെൻസിറ്റീവ് ടു മോയ്സ്ചർ. ദെൻ മോയ്സ്ചർ ബാരിയർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ബ്ലിസ്റ്റർ പാക്കേജിങ്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്.